ഒരു മനുഷ്യക്കുഞ്ഞാണെന്നുള്ള യാതൊരു മര്യാദയുമില്ലാതെ ഉപദ്രവിക്കുന്നത് നോക്കൂ. ഞാൻ തടഞ്ഞതൊന്നും അവൾ മൈൻഡ് ചെയ്യുന്നേയില്ല. നിരന്തരമായി ആ കുഞ്ഞുങ്ങൾ ഞങ്ങളെ നോക്കി കൈകൂപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രാവശ്യം കൈകൂപ്പിയില്ലെങ്കിലും അടി കരണത്തിന് കൊടുക്കും കൂടെയുള്ളവർ. കൂടാതെ ആ കുഞ്ഞുങ്ങളുടെ കാലിൽ ആകമാനം തിളച്ച വെള്ളം ഒഴിച്ച് പൊള്ളിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം വരുമ്പോൾ സാറും തല്ലുന്ന കാണണം. കംപ്ലീറ്റ് കരി വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് കരി ഇളകി വരുന്നത്. ഈ കുഞ്ഞുങ്ങൾ ഇവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? കൂടെ കിടക്കുന്ന വെള്ളം കോരി ഒഴിച്ചും മറ്റ് സാധന സാമഗ്രികൾ എനിക്ക് നേരെ വലിച്ചെറിഞ്ഞും എന്നെ അവിടെ നിന്നും അവർ ഓടിക്കാൻ ശ്രമിച്ചു. മൊത്തം ഷേപ്പ് വേണ്ടിയിരിക്കുകയാണ് എല്ലാം വരച്ചിട്ട്. കാരണം മദാമ്മയുടെ കൊച്ചിന് വരെ ഇരിക്കുന്നു. നമസ്കാരം, ഞാൻ ജെയിംസ്. 2-3 ദിവസങ്ങളായിട്ട് സംഭവബഹുലമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ വേഷം മാറി ഭിക്ഷാടകർക്കിടയിൽ പോയിട്ട് അവരോടൊപ്പം കിടന്നുറങ്ങി രാത്രി 2 മണി സമയത്ത്. അവിടെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് നടുക്കുന്നതാണ്. ശേഷം ഞാൻ ആ ഭിക്ഷാടകരെ ഫോളോ ചെയ്തു. ഇത് മനസ്സിലാക്കിയ ഭിക്ഷാടകർ അവർ കൃത്യമായിട്ട് 10-20 പേർ ചേർന്ന് എന്നെ നടു റോഡിൽ ആക്രമിക്കുകയാണ്. നല്ലവരായ 1-2 നാട്ടുകാർ വളരെ പെട്ടെന്ന് ഓടി വന്ന് എന്നെ സഹായിച്ചു എന്നുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കും. പോലീസിൽ വിവരം അറിയിച്ചു. ശേഷം ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചു. കാരണം ഇതിന് നടപടി ഉണ്ടാവണം, അതെനിക്ക് ഉറപ്പായിരുന്നു. ഏറെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഒരു കൊച്ചുമായിട്ട് ഈ വൈറ്റില ജംഗ്ഷനിൽ ഒരു സ്ത്രീ ഭിക്ഷ തിണ്ടുകയാണ്. ഭിക്ഷ തിണ്ടുമ്പോൾ ഞാൻ വണ്ടിയിലായിരുന്നു. നല്ല പൊള്ളുന്ന വെയിലാണ്. ഈ കൊച്ചു പെടച്ചെന്തോ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ആഞ്ഞത് ഈ തള്ളക്ക് ഇഷ്ടപ്പെട്ടില്ല. സകല വാഹനങ്ങളും നോക്കി നിൽക്കുക. ആ വാഹനങ്ങളുടെ അടുത്ത് വന്ന് ഇവർ ഈ ഗ്ലാസ്സിൽ തട്ടിയിട്ട് ഭിക്ഷ തിണ്ടുക. അതിനിടയിൽ ഇവർ നേരെ തിരിഞ്ഞ് ഈ കൊച്ചി ഇങ്ങനെ ഈ എളിയിലിരിക്കുന്ന കൊച്ചിൻ്റെ ഒറ്റയടി ഇങ്ങനെ കൈ നിവർത്തി ഇങ്ങനെ കൊടുക്കുകയാണ്. ഇത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുകയാണ്. ഞാൻ എൻ്റെ സകല പരിപാടികളും മാറ്റി വെച്ചിട്ട് ഇന്ന് എന്താണ് ഈ കുഞ്ഞ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു. വൈകിട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ വൈറ്റില ജംഗ്ഷനിൽ വന്ന് നിന്നു. ഇവർ ഈ വാഹനങ്ങളുടെ തിരക്കൊക്കെ കഴിഞ്ഞ് ഭിക്ഷ തിണ്ടലെല്ലാം കഴിഞ്ഞ് നേരെ ഈ പാലത്തിനടിയിലേക്ക് പോവുകയാണ്. രാത്രി ഒരു 10 മണിയോടുകൂടി. ശേഷം അവർ ആ കുഞ്ഞുങ്ങളുമായിട്ട് കൊതുകുവലകൾക്കുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ പാതിരാത്രി സമയത്ത് ഈ കൊതുകുവലകൾക്കുള്ളിൽ കുഞ്ഞുങ്ങളെ തേടി എന്തുതരം ആപത്തുകളാണ് വരുന്നതെന്നുള്ളത് നമുക്ക് ആർക്കും ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്തായാലും എന്താണ് ആ കുഞ്ഞിന് സംഭവിക്കുന്നത് അറിയാൻ എനിക്കൊരു ജിജ്ഞാസയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു 10 മണി സമയമായപ്പോഴത്തേക്ക് ഞാൻ ലുങ്കിയൊക്കെ എടുത്ത് ഒരു കിറ്റൊക്കെ എടുത്ത് ഒരു തറ വിരിച്ച് കിടക്കാനുള്ള പേപ്പറൊക്കെ ആയിട്ട് ഈ ഭിക്ഷാടകരോടൊപ്പം ആ പാലത്തിനടിയിൽ രാത്രി ഒന്ന് കിടന്നു നോക്കാം. അപ്പോൾ ഒരു മദ്യപാൻ അടിച്ച് ഫിറ്റും പുറത്ത് ഒരാൾ പോകുന്ന ഒരു ലുക്കിൽ പോകാന്നുള്ളതാണ്. മദ്യപാന ലുക്കൊന്നും കിട്ടുമെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ എന്തായാലും ഞാനൊരു തൊപ്പിയൊക്കെ വെച്ച് മെല്ലെ ആ പാലത്തിനടിയിലോട്ട് കയറാൻ വേണ്ടി പോവാം. വണ്ടിയുടെ ചാവി അവനെ പിടിച്ചു. വാച്ച് ഈ വാച്ചോടെ പിടിച്ചു. ഉച്ചയ്ക്ക് 12 മണിക്ക് കുഞ്ഞുമായി ഭിക്ഷയാചിച്ചിരുന്ന ഇവളും സംഘവും ഇതാ രാത്രി 12 മണി പിന്നിടുമ്പോഴും ഈ കുഞ്ഞിന് അല്പം പോലും റെസ്റ്റ് കൊടുക്കുന്നില്ല. കുഞ്ഞ് തളർന്ന് അവളുടെ തോളത്ത് അങ്ങനെ കിടക്കുകയാണ്. തളർന്നു കിടക്കുന്ന കുഞ്ഞുമായി ഭിക്ഷ തിണ്ടി ശേഷം പാലത്തിനടിയിലെത്തി കുഞ്ഞിനെ ഒരാൾക്ക് കൈമാറുന്നു. ശേഷം അയാൾ കുഞ്ഞുമായി 2-3 ടെന്റുകൾ കടന്ന് അപ്പുറമുള്ള ടെന്റിൽ കൊണ്ടുപോയി കുഞ്ഞിനെ നെറ്റുപൊക്കി അകത്തേക്ക് ഉരുട്ടി വിടുന്നു. ശേഷം ഭിക്ഷ തിണ്ടി ലഭിച്ച ഭക്ഷണം ദൂരത്ത് മാറിയിരുന്ന് 2 പേരും കൂടി കഴിക്കുന്നു. വൈറ്റില മേൽപ്പാലത്തിൻ്റെ അടിയിലാണ്. ഇപ്പോൾ സമയം 12:50 കഴിഞ്ഞു. ഈ പാലത്തിനടിയിൽ ഒരു 20 പിള്ളേരെങ്കിലും ഉണ്ടാവും. ഇരുട്ടായതുകൊണ്ട് എന്താണ് ആ കൊതുകുവലയ്ക്കുള്ളിൽ സംഭവിക്കുന്നതെന്നുള്ളത് നമുക്ക് പല സ്ഥലത്തും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഈ കുഞ്ഞുങ്ങൾ ഇവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ആ തൂണിൻ്റെ ചോട്ടിൽ പോയിട്ട് ഇവന്മാർ മൂത്രമൊഴിക്കാൻ വേണ്ടി പോകുന്നത് കണ്ടു. അത് ആടി കുഴഞ്ഞാണ് പോകുന്നത്. ഇതുപോലെ മദ്യപിച്ച് ബോധമില്ലാതെ കുഞ്ഞുങ്ങളുടെ കൂടെ വന്ന് കിടന്നു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും സംഭവിക്കാൻ സാധ്യത എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എന്തായാലും നെറ്റ് കെട്ടിയ ഈ കുടിലിനടുത്തേക്ക് ഞാൻ 1-2 പ്രാവശ്യം നടന്നു ചെന്നു. പക്ഷേ നമ്മൾ നടന്നു ചെന്നപ്പോഴത്തേക്കും എന്തോ ഒരു പന്തികേട് അവർക്ക് ഫീൽ ചെയ്തു. ഒരു മദ്യപാൻ്റെ ലുക്കിലാണ് ഞാൻ നടന്നത്. പക്ഷേ എൻ്റെ ലുക്ക് എന്തോ അവർക്ക് വിശ്വസനീയമല്ലാന്ന് തോന്നി. ക്രൂദ്ധമായിട്ട് അവർ വളരെ കടുപ്പിച്ചെന്നെ നോക്കി. ഞാൻ മെല്ലെ അപ്പോഴേക്കും അവരുടെ ആ കൊതുകുവലയുടെ അടുത്ത് ഞാൻ മാറി. ഇവിടെ എന്ന് പറഞ്ഞാൽ കൊതുകെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കൊതുക. ഇവന്മാർ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണമല്ലോ. ഒരാൾ മൂത്രമൊഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞാൻ കിടക്കുന്നത് കണ്ട് ഇപ്പോൾ എൻ്റെ മുകളിലോട്ട് വന്ന് മൂത്രമൊഴിക്കും. ഞാൻ എഴുന്നേറ്റിരുന്നു. ഒന്ന് മൂത്രം ഒഴിക്കാൻ മര്യാദയ്ക്ക് നടന്നു പോകാൻ വേണ്ടി പറ്റാത്ത രീതിയിലുള്ള അത്രയധികം ഫിറ്റാണ്. മൂത്രമൊഴിക്കാൻ വേണ്ടി നേരെ അവൻ എൻ്റെ നേരെയാണ് വരുന്നത്. ഞാനവിടെ തറ വിരിച്ചു കിടക്കുക. എൻ്റെ മുകളിലോട്ട് അങ്ങനെ വന്ന് മൂത്രമൊഴിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ശേഷം നേരെ തിരിച്ചു പോയിട്ട് ഈ കൊതുകുവലയ്ക്കുള്ളിലേക്ക് വളരെ കഷ്ടപ്പെട്ട് ഞൂഴ്ന്ന് കയറുകയാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഇതിപ്പോൾ രാത്രി 1-1:30 സമയം. പക്ഷേ അത് 2 മണി 3 മണി കഴിഞ്ഞ് പുലർച്ചയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇയാൾക്ക് എന്താണ് കുഞ്ഞുങ്ങളെ ചെയ്യാൻ വേണ്ടി സാധിക്കാത്തത്? വൈറ്റിലയിലെ അവരുടെ സ്വന്തം പാലത്തിനടിയിൽ ഞാൻ ചെന്നത് അവർക്ക് പിടിച്ചില്ല. വെള്ളം കോരി ഒഴിച്ചും മറ്റ് സാധന സാമഗ്രികൾ എനിക്ക് നേരെ വലിച്ചെറിഞ്ഞും എന്നെ അവിടെ നിന്നും അവർ ഓടിക്കാൻ ശ്രമിച്ചു. ഭിക്ഷാടകരോടൊപ്പം രാത്രി പുലർച്ചെ വരെയുള്ള സമയം ഞാൻ ചെലവിട്ടു. നട്ടുച്ചയ്ക്ക് ഭിക്ഷാടനത്തിനിടയിൽ നടു റോഡിൽ ആ കുഞ്ഞിൻ്റെ കർണമട്ടിച്ച് ഈ സ്ത്രീ പൊളിച്ചു. അപ്പോൾ ആ കുഞ്ഞിന് എന്താണ് സംഭവിക്കാന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അകത്തേക്ക് കയറിയിട്ട് എനിക്ക് ആ കുഞ്ഞിനെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല. അതാണ് സത്യം. കാരണം ഒട്ടനവധി കുഞ്ഞുങ്ങളാണ്. അടുത്ത ദിവസം ഉച്ചയ്ക്ക് പക വീട്ടാൻ എന്ന പോലെ ഇവരെന്നെ സംഘം ചേർന്ന് ആക്രമിച്ചു.
പൈസ കൊടുക്കരുത്. ആ കൊച്ചിന് ഇത്രയും തീ പൊള്ളിച്ച് കൊണ്ടുവന്ന് നിങ്ങൾ കാണാൻ പറ്റും. നിങ്ങളൊരു അമ്മയല്ലേ, അങ്ങനെ കൊച്ചിന് പൈസ നിങ്ങൾ കൊടുത്ത് നിങ്ങളെപ്പോലൊരു കൊടുക്കണോണ്ടല്ലേ ഇവരിങ്ങനെ കൊച്ചിനായിട്ട് നടക്കണേ. അല്ല ഒന്ന് ഓർത്തിക്കുക, എന്ത് എത്ര സെൽഫ് സ്പീഡിലാണ് ആ കൊച്ചു നിൽക്കണേ. അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ. കേട്ടോ, അവർക്ക് വളം വെച്ച് കൊടുക്കണല്ലേ. വണ്ടി 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 നോക്ക്, വണ്ടി നോക്ക്. കൊച്ചു എന്താ ഇത്? വൈറ്റില ജംഗ്ഷനിൽ ഓട്ടോക്കാർക്കിടയിലാണ് ഇവർ കൂടി നിന്നിരുന്നത്. അവിടെ തന്നെ അവരെ പിടിച്ചു നിർത്തി അവരുടെ തോളത്ത് തളർന്നു കിടക്കുന്ന പല കുഞ്ഞുങ്ങൾ. അവരെ രക്ഷിക്കുവാൻ ഞാൻ ആവത് ശ്രമിച്ചു. പക്ഷെ കുറെ പേർ അവിടെ നിന്ന് തന്നെ ചിതറി ഓടിക്കളഞ്ഞു. ബാക്കിയുള്ളവർ കടവന്തർ ഭാഗത്തേക്ക് ഓടി. ഞാനും പിന്നാലെ കൂടി. കൊച്ചു പിള്ളേർ എന്താ ഈ കൊച്ചിന്റെ കാലിൽ എന്താ ഇത്? ഇതെന്താ ഇതെന്താ ഇത്? ഇതെന്താ ഇത്? കൊച്ചിന്റെ കാലിന് പരിക്കുണ്ടോ? തൊട്ടു പിന്നാലെ വന്ന ബസ്സിനുള്ളിലേക്ക് അവർ ചാടിക്കയറി. ഞാനും ആ ബസ്സിൽ അവരോടൊപ്പം കയറി. ഒരു വണ്ടി നിറയെ വിച്ചാടായിരുന്നു. നോക്കൂ, സെൻട്രൽ പോലീസ് സ്റ്റേഷൻ വിളിച്ചേ, സെൻട്രൽ പോലീസ് സ്റ്റേഷൻ വിളിച്ചേ, ഒന്ന് വിളിച്ചേ. സമാധാനം ഉണ്ട്. പിന്നെ ഇത്ര ആ കുഞ്ഞുങ്ങൾ മരിച്ചു പോകില്ലേ? കുഞ്ഞുങ്ങൾ മരണപ്പെടൂലേ? എന്താ തമാശ? നീ കയ്യൊന്നും പോകണ്ട. ഞാനിന്നലെ രാത്രി നിന്നെ കൂടെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടതാണ്. ഒന്ന് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ വിളിച്ചേ. എന്നെ സഹായിക്കാമെന്ന് കരുതി ആൾ ആ ബസ്സിലെ തന്നെ ഒരു ജോലിക്കാരനാണ് എന്നുള്ളതാണ് ഞാൻ കരുതിയത്. പക്ഷേ അയാളുമായി ആ ബസ്സുകാർക്ക് യാതൊരു ബന്ധവുമില്ല. പോലീസിനെ വിളിക്കുവാൻ എന്നവണ്ണം അയാൾ ഫോൺ എടുത്തു. പക്ഷേ അയാൾ വിളിച്ചില്ല. അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കി. അയാൾ ആ ബസ്സിൽ കൂടെ നടന്നു വന്നൊരു പെൺകുട്ടിയുടെ ശരീരത്തിൽ സ്പർശിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അപകടം മണത്തു. കൈ പിറവിൽ പിടിക്കണോണ്ടിരിക്കും. വിളിച്ചോ മോളെ, പോലീസിൽ കിട്ടിയാ മോളെ? ആരും പോലീസിൽ വിളിച്ചേ. ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടി തുടർച്ചയായി ഫോണിൽ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഞാൻ വിചാരിച്ചു എന്നെ സഹായിക്കുവാനാണെന്ന്. പക്ഷെ ആ കുട്ടിയെന്ന് മാത്രമല്ല, ആ ബസ്സിൽ ഒരാൾ പോലും എന്നെ സഹായിച്ചില്ല. ബസ്സിലുണ്ടായിരുന്ന ബാക്കിയുള്ളവരോടെല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു, നിങ്ങൾ ആരെങ്കിലും ഒന്ന് പോലീസിനെ വിളിക്കൂ. എനിക്ക് കൈ വിറവലായിട്ട് വിളിക്കുവാൻ വേണ്ടി സാധിക്കുന്നില്ല. മാത്രമല്ല എൻ്റെ ഫോൺ ഹാങ് ആയി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരാൾ പോലും എന്നെ സഹായിച്ചില്ല. ബസ്സിൽ നിന്നിറങ്ങിയപ്പോൾ ഞാൻ തനിച്ചായി. അവരെന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചു. വിഷലുകൾ ഒന്നും ലഭിച്ചില്ല. കുറേയേറെ നാട്ടുകാർ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. എന്നെ ആക്രമിക്കുന്നത് കണ്ട് കുഞ്ഞു മുഹമ്മദും ആൽബിനും എന്നു പേരുള്ള 2 പേർ എന്റെ അടുത്ത് ഓടിയെത്തി സഹായഹസ്തവുമായി. ഇത് കണ്ട ഭിക്ഷാടകർ പിന്തിരിഞ്ഞു. ഞങ്ങൾ അവരുടെ പിന്നാലെ പുറപ്പെട്ടു. വഷളാകുമെന്ന് കണ്ടപ്പോൾ അവർ കടവന്തർ ഭാഗത്തേക്ക് സംഘമായി നീങ്ങി. അവിടെ നിന്ന് നിക്കവിടെ. അവനെ വിളിച്ചേ. അവിടെ നിന്നേ. കൊച്ചിന് അബദ്ധ പറ്റും. അവിടെ പിന്നെ ആ കൊച്ചു മരണപ്പെടുന്നു. ഇവിടുന്ന് വിടാൻ പാടില്ല. വെള്ളം കുടിച്ചിറക്കാൻ പാടുപെടുന്ന ആ കുഞ്ഞിനെ ഇവൾ യാതൊരു മര്യാദയുമില്ലാതെ ഉപദ്രവിക്കുന്നത് നോക്കൂ. ഞാൻ തടഞ്ഞതൊന്നും അവൾ മൈൻഡ് ചെയ്യുന്നേയില്ല. ഒരു മനുഷ്യക്കുഞ്ഞാണെന്നുള്ള ഒരു പരിഗണനയും ഇവളുമാർ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നില്ല. പ്രേക്ഷകർ ഒന്ന് കണ്ടു നോക്കൂ.
പ്രേക്ഷകർ ശ്രദ്ധിച്ചില്ലേ? നിരന്തരമായി ആ കുഞ്ഞുങ്ങൾ ഞങ്ങളെ നോക്കി കൈകൂപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞുങ്ങളെല്ലാം 9 മാസമൊക്കെ പ്രായമുള്ളവരാണ്. എങ്ങനെയാണ് ആ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പരിശീലിപ്പിക്കുന്നത്? ഓരോ പ്രാവശ്യം കൈകൂപ്പിയില്ലെങ്കിലും അടി കരണത്തിന് കൊടുക്കും കൂടെയുള്ളവർ. കൂടാതെ ആ കുഞ്ഞുങ്ങളുടെ കാലിൽ ആകമാനം തിളച്ച വെള്ളം ഒഴിച്ച് പൊള്ളിച്ചിട്ടുണ്ട്. പിള്ളേരുണ്ട് ഇതിന്റെ കൂടെ വേറെ ഈ പ്രായമുള്ള പിള്ളേരല്ല മാർഗായതുകൊണ്ടല്ലേ ആ മാർഗായതുകൊണ്ടല്ലേ ആരടിച്ചാ ഒന്ന് കൊടുക്കാൻ എല്ലാം നോക്കി പ്രായം നോക്കി രണ്ടു ഓടിയിട്ട് പിന്നെ ഇവനും കഴിച്ചിട്ട് കൊച്ചുങ്ങളെ കൊണ്ട് ഓടിയില്ലേ ഞാൻ പൈസ വരുമ്പോഴാണ് ഈ പുള്ളി ഇവർ ചോദിച്ചുകൊണ്ടിരിക്കണേ ദയവായി മലയാളികൾ യാതൊരു കാരണവശാലും ഇവർക്ക് പണം കൊടുക്കരുത്. നിങ്ങളുടെ കൈകളിൽ സുരക്ഷിതരെന്ന് നിങ്ങൾ കരുതുന്ന കുഞ്ഞുങ്ങളെ ഇവർ അടിച്ചുകൊണ്ടുപോകും. നിങ്ങൾ പണം കൊടുക്കുന്നത് ഒഴിവാക്കിയാൽ മാത്രമേ ഇവരുടെ ഇങ്ങോട്ടുള്ള കൊത്തൊഴുക്ക് ഒഴിവാക്കുവാൻ സാധിക്കൂ. हमारे साथ नहीं है सर, ये 2 लड़के मेरे बच्चे पूरा एक साथ में। नहीं वो हमारे साथ नहीं है सर, वो ചോദിച്ചു വഴി അവന് 2 പിള്ളേരെ ഓട്ടം കൊടുത്തു എന്നെ തല്ലിട്ട് ഓടിയത്. പോലീസ് വരുന്നത് വേറെ 2-3 പിള്ളേരും ഈ പ്രായം തന്നെയുള്ളത്. ഞാൻ ചോദിച്ചപ്പോൾ നിന്റെ കുഞ്ഞാണ് നീ തല്ലോ, നീ തല്ലോ, ആരുടെ കുഞ്ഞാണ് റോഡിൽ തല്ലോ. കുട്ടികളെ ഇത് പിന്നെ 100% കംപ്ലൈന്റ് കരിയായിരുന്നു. ഞാൻ കണ്ടതാണ്. ഞാൻ വൈദ്യുത മൂലം പുറമെ മൊത്തം ഷേപ്പ് മാറ്റിയിരിക്കുകയാണ് എല്ലാം വരച്ചിട്ട്. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് മുഖം കഴുകി കഴിഞ്ഞപ്പോൾ മുഖം വെളുത്തു വരുന്നു. കാരണം മദാമ്മയുടെ കൊച്ചിന് വരെ ഇരിക്കുന്നു. മുഖം കരിയെല്ലാം കൂടെ കഴിഞ്ഞപ്പോഴേക്കും ഒരു ചെറിയ ഗ്യാപ്പിൽ ആ കൊച്ചിന്റെ കാരണത്തിന് ഒറ്റടി ഇവിടെ എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ അതാ നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. എന്നെ എടുത്തിട്ട് തല്ലി വടിയിലിട്ടിട്ട്. ഇതെന്താണ്? മലയാളികളെല്ലാം നോക്കിയിരിക്കുകയാണ്. പിള്ളേരാണ് അമ്മ രണ്ടുപേർക്ക് ചെറിയ ഓടി, 2 വഴിക്ക് ചെറിയ ഓടി. വണ്ടിയിൽ മുമ്പിൽ കൊണ്ടായിരുന്നു. എന്നെ തല്ലിയൊന്ന് പറയും. ഇവിടെ റോഡിലിട്ട് തല്ലി ഒരു വടി വെച്ചിട്ട്. അപ്പോഴാണ് ഈ പിള്ളേർക്ക് എന്നെ കൂടെ ഓടി വന്ന്. खाना खा के जा रहे हैं। കൈകൂപ്പണം. എന്നെ തല്ലിയതിന് എന്നോട് മാപ്പ് പറയണം. എന്നോട് ഇരുന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇരുന്നിട്ട് അവൻ മാപ്പ് പറയണം. ഇപ്പോൾ ക്യാമറ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ മുഖം പൊത്തുവാണ്. കൈകൂപ്പി പിടിച്ചിട്ട് എന്നോട് വരാൻ പറയുമായിരുന്നു.
ഉണ്ട്. ഇപ്പോൾ മോൻ മറിച്ച് പിടിച്ചിരിക്കുക നോക്കി. ഞാനിപ്പോൾ വയറ്റിൽ ഒരു കുഞ്ഞു കൊച്ച് അതിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അതിനിങ്ങനെ ഒരു തുണി ഇട്ട് അതിനെ ചുറ്റി പൊതിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ആ കുഞ്ഞ് ബോധത്തോടുകൂടി അല്ല കിടക്കുന്നുള്ളൂ. എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഞാൻ ആ കുഞ്ഞിൻ്റെ പുറകെ പിന്നാലെ ചെന്നപ്പോഴത്തേക്ക് ഒരു 10-20 പേരുടെ നടുക്കേക്കാണ് ചെല്ലുന്നത്. എന്നെ കണ്ടപ്പോഴത്തേക്ക് ഓടി. ശേഷം എന്നെ സഹായിച്ചവരാ, നടുകൂടി വെച്ച് എന്നെ സഹായിച്ചവരാണ് ഇവർ. അവൻ്റെ പേരെന്താ? ആൽബിൻ. മോനെന്താ കണ്ടേ? ഞാൻ നോക്കുമ്പോൾ കുറച്ച് ആൾക്കാർ കുട്ടികളെ പിടിച്ചോണ്ട് റോഡ് വഴി ഇങ്ങനെ ഓടണ്ടായിരുന്നു. നമ്മൾ നിൽക്കാൻ പറയാൻ നിൽക്കുന്നില്ല. അവരവരുടെ വഴിക്ക് ഇങ്ങനെ ഓടിക്കൊണ്ട് ഇങ്ങനെ ചെതറി പോയിക്കൊണ്ടിരിക്കുന്നു. ആൽബിൻ ഒരുപാട് സഹായമാണ് നമുക്ക് ചെയ്തത്. കാരണം ആൽബിൻ നമ്മുടെ എന്ന് വെച്ചാൽ ക്യാമറമാനൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് അയാൾ കുറേ വീഡിയോസൊക്കെ മുഴുവൻ അയാളാണ് ഷൂട്ട് ചെയ്തത്. ആദ്യം മുതൽ അവസാനം വരെ. ഇപ്പോൾ ഇതാ കടവന്ത്ര പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ വരെ ആൽബിൻ നമ്മുടെ ഒപ്പം ഉണ്ട്. ചേട്ടൻ്റെ പേരെന്താ? കുഞ്ഞു മുഹമ്മദ്. കുഞ്ഞു. ഞാൻ ആദ്യം വരുമ്പോൾ സാറും തല്ലുന്ന കാണണം. അതിനുശേഷം സാർ ബസ്സിലേക്ക് കയറുന്നു. ഇവർ ബസ്സിന് കയറി. ബസ്സിന്റെ പുറകെ ഫോളോ ചെയ്തു സംഭവം എന്ന് പറയാൻ വേണ്ടി. തിരിച്ചു വന്നപ്പോഴും ഇവർ കുറേ പേരുണ്ടായിരുന്നു. എല്ലാം ഒരു പ്രായമുള്ള പിള്ളേരെയും കൂടെ എനിക്ക് സംശയം തോന്നി അവിടെ നിന്ന് ഇടപെട്ടത്. ഞങ്ങൾ ബസ്സിൽ പോകുന്ന സമയത്ത് അപ്പോൾ ചേട്ടൻ ഞാൻ ബസ്സിന്റെ ഫോളോ ചെയ്തവരായിരുന്നു. എന്താ സംഭവം എന്ന് അറിയണമല്ലോ, അറിഞ്ഞില്ലായിരുന്നു കറക്റ്റ് എന്തായിരുന്നു. ഞങ്ങൾ ബസ്സിൽ കയറുന്നതിന് മുൻപ് ചേട്ടനെ ഞാൻ അവിടെ കണ്ടിരുന്നു. എന്നെ തല്ലി കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ ഓടി വന്നു. അതിനുശേഷം പിന്നീട് ഞങ്ങൾ ബസ്സിൽ പോകുമ്പോൾ ചേട്ടൻ ഞങ്ങളുടെ പുറകെണ്ടായിരുന്നു. ഫോളോ ചെയ്താണ് അവിടെ വന്നത്. എന്താ സംഭവം എന്ന് അറിയണമല്ലോ. അപ്പോൾ വന്നപ്പോൾ എല്ലാം ഒരേ പ്രായമുള്ള പിള്ളേർ ചോദിക്കുമ്പോൾ എല്ലാം ഒരാളുടെ എന്ന് പറയണം. ഇതിപ്പോൾ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷൻ വരെ അവരെ എത്തിക്കാനുള്ള ഏക ഒരു കാരണം എന്ന് പറഞ്ഞാൽ 100 കണക്കിന് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞുമോൻ എന്ന് പറയുന്ന ഈ ഒരൊറ്റ ചേട്ടൻ അതൊക്കെ മുഴുവൻ സമയം ഇവരുടെ പിന്നാലെ എന്നോടൊപ്പം ഒരു ഓടി വരുമായിരുന്നു. കാരണം ഇവർ 10-20 പേരുണ്ടായിരുന്നു. 10 പേരുണ്ടായി. അപ്പം നമുക്കുണ്ടല്ലോ പിള്ളേരൊക്കെ, നമുക്ക് അനിയന്മാർക്കൊക്കെ ഈ പ്രായമുള്ള പിള്ളേരാണ് നമ്മൾ വീടുകളിൽ എപ്പോഴും നോക്കുന്നവരല്ല. ഇവരിങ്ങനെ ശല്യമാണെങ്കിൽ എങ്ങനെ ജീവിക്കും? ഈ കുഞ്ഞിന്റെ മുഖത്തൊക്കെ കംപ്ലീറ്റ് കരിയായിരുന്നു. ഞാൻ ഒരു കുഞ്ഞ് വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് കരി ഇളകി വരുന്നത്. കുഞ്ഞിന്റെ മുഖം കഴിയുമ്പോഴത്തേക്കും കുഞ്ഞിന്റെ മുഖത്തുള്ള പേന വെച്ച് വരച്ച് ശരിക്കും ഉപദ്രവിക്കുന്നുണ്ട് അവർ. എന്തായാലും കുഞ്ഞുമോ എന്ന് പറയുന്ന ഈ ചേട്ടൻ അദ്ദേഹം നമ്മോടൊപ്പം കട്ടയ്ക്ക് നിന്നുകൊണ്ടാണ് ഇവരെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാൻ വേണ്ടി സാധിച്ചത്. അതൊരു സംശയമില്ലാതെ നമുക്ക് പറയാം. അപ്പോൾ ഞാനൊരു പരാതി എഴുതി കടവന്ത്ര SHOക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം എന്നെ നടു റോഡിലിട്ട് തല്ലുക എന്ന് പറഞ്ഞാൽ ഈ ഭിക്ഷാടകരെല്ലാവരും കൂടി അന്യനാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലിട്ട് തല്ലുക എന്ന് പറഞ്ഞാൽ നമ്മളെന്തൊരു പരാതി കൊടുക്കണമല്ലോ. അപ്പോൾ CWCയിലേക്ക് പോവുകയാണ്. രണ്ട് കുട്ടികൾ 3 വയസ്സ്, ഒരു കുട്ടി 9 മാസം. കുട്ടികളുമായിട്ട് ഞങ്ങൾ CWC ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ബിൽസൺ ജോസഫ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തി. അനന്തര നടപടികൾ എന്തൊക്കെയാണെന്നുള്ളത്, കുഞ്ഞുങ്ങളുടെ സേഫ്റ്റിക്ക് എന്താണ് ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നുള്ള അദ്ദേഹം നമ്മളോട് പറയുന്നത്. കുട്ടികളെ ഇവിടെ കടവന്തര പോലീസ് CWC മുമ്പാകെ ഏകദേശം 4:30 മണി സമയത്ത് ഹാജരാക്കുകയും അപ്പോൾ കുട്ടികളെല്ലാം വളരെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് കാണപ്പെട്ടത്. മോശമായ വസ്ത്രങ്ങളും ആകെ കുളിച്ചിട്ടൊക്കെ വളരെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ്. അമ്മമാർ കൊച്ചിനെ കൊണ്ടുപോകണമെന്ന് വാശി പിടിച്ചു. അപ്പോൾ ഈ അവസരത്തിൽ അവർ കുട്ടികളുമായിട്ട് പോകുന്നത് കുട്ടികളുടെ സുരക്ഷിതത്തിന് ഒട്ടും നല്ലതല്ലാത്തതുകൊണ്ട് കുട്ടികളെ നമ്മളിപ്പോൾ സേഫായിട്ട് ഇവിടെ സ്നേഹിതയിൽ നമ്മൾ കുട്ടികളെ ഷെൽട്ടർ ചെയ്തിരിക്കുകയാണ്. ഇവരെല്ലാവരും കൂടി 10-20 പേര് കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങനെ വെയിലും കൊണ്ട് ഭിക്ഷാടനവും കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. മാത്രമല്ല കുഞ്ഞിന്റെ കവിളത്തേക്ക് അമ്മ എന്ന് പറയുന്ന സ്ത്രീ കൈ നിവൃത്തി അടിക്കുന്നതിന്റെ വിഷയങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്തു. നാട്ടുകാരടക്കം സമക്ഷത്തിൽ എല്ലാവരും നോക്കി നിൽക്കുമ്പോഴാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് വെള്ളം കൊടുത്ത് മുഖം കഴുകിക്കുന്ന സമയത്ത് മുഖത്തെ ഈ പേനയൊക്കെ വെച്ച് വരച്ച് ഷേപ്പ് മാറ്റിയിരിക്കുന്ന മാതിരിയായിരുന്നു. അതൊക്കെ ഞങ്ങൾ മായ്ച്ച് കളഞ്ഞ് മുഖം മായ്ച്ച് കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കാണ് തീർച്ചയായിട്ടും നമ്മളെ CWC വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. അത് നമ്മൾ അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സേഫാക്കി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് കുട്ടിയെ നോക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ CNCP ആക്കി മാറ്റി കുട്ടിയെ സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നതാണ്. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് CWCയുടെ ഒരു മേൽനോട്ടം ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഇന്ന് മുതൽ CWC മേൽനോട്ടത്തിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുക. അതുപോലെ സാർ ഒരു കാര്യം കൂടി, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഭിക്ഷാടന മാഫിയയിൽ ഒരു കുഞ്ഞിന്റെ മർമ്മഭാഗത്തേക്ക് അയാൾ കാലും മടക്കി തൊഴിക്കുന്ന ഒരു വിഷ്വൽ കൃത്യമായിട്ട് ഞങ്ങളുടെ ക്യാമറയിൽ പതിഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ? CWCക്ക് എന്താണ് ചെയ്യാൻ? CWCയുടെ മുമ്പ് ഹാജരാക്കി കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യത്തിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും CWC ഇടപെടും. കുട്ടികളുടെ സുരക്ഷത തീർച്ചയായിട്ടും നമ്മൾ ഉറപ്പാക്കും. ഒരു സംശയവും കാര്യത്തിൽ വേണ്ട. ജെയിംസ്, നിങ്ങൾ ചെയ്ത കാര്യത്തിന് വളരെ CWCയുടെ ഒത്തിരി നന്ദിയുണ്ട്. കാരണം നല്ലൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. കാരണം നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നത് ശിശു സൗഹൃദ സംസ്ഥാനമാണ്. പ്രത്യേകിച്ച് പിഞ്ചു കുഞ്ഞുങ്ങൾ ഒരു കാരണവശാലും തെരുവിൽ അലഞ്ഞിരിഞ്ഞ് നടക്കാൻ പാടില്ല. അവരെയാണ് നിങ്ങൾ രക്ഷപ്പെടുത്തി നിങ്ങൾ മുൻകൈ എടുത്ത് CWC മുമ്പാകെ ഹാജരാക്കിയത്. പ്രത്യേകമായ ജെയിംസ് പ്രത്യേകം നിങ്ങളുമായ അനുമോദനം അർഹിക്കുന്നു. മലയാളി കുഞ്ഞു മുഹമ്മദിനെയും ആൽവിനെയും മാതൃകയാക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ നിർഗുണ പരബ്രഹ്മങ്ങളായാൽ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ ഒരു ദിവസം അപ്രത്യക്ഷരാകാം.